ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡോക്സ് പേഷ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിനെ കുറിച്ചാണ്. അപ്പോൾ പൊതുവെ ഒരു യുദ്ധം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും അതൊരു സന്തോഷം നൽകുന്ന ഒരു ന്യൂസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ആൾക്കാർ മരണപ്പെടുന്ന സംഖ്യ കുറയും. അങ്ങനെ എല്ലാ രീതിയിലും ഒരു പീസ്ഫുൾ ആയ ഒരു ഈവന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്കും അതായത് ആൾക്കാർക്കായിക്കോട്ടെ അതുപോലെ തന്നെ ഒരു രാജ്യങ്ങൾക്കും എപ്പോഴും ഒരു യുദ്ധം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഈ ഇസ്രായേൽ ഹമാസ് എന്ന് പറയുന്ന ഈ ഒരു യുദ്ധം അവസാനിക്കുന്നുണ്ട് അമേരിക്ക ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ഇറാൻ, സൗദി അറേബ്യ അങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളും ഒന്ന് ഭയപ്പെടുന്നു. അതായത് ഇസ്രായേലിനെ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും ഈ ഒരു യുദ്ധത്തിന്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തി എന്ന് പറയുമ്പോൾ തന്നെ ഭയപ്പെടുന്നു. ഈവൻ അമേരിക്ക പോലും ഈ ഒരു സ്റ്റേജ് എത്തി കഴിഞ്ഞപ്പോൾ അവർ ഭയപ്പെടുന്നു. അപ്പോൾ എന്താണ് കാരണം? ഇതിന്റെ എല്ലാം കാരണം ഈ രാജ്യങ്ങൾക്കൊക്കെ അറിയാം. അതായത് ഇസ്രായേൽ ഇവിടെ ഒരു ചതിക്കുഴിയിലൂടെയാണ് അവസാനത്തിലോട്ട് എത്തിയിരിക്കുന്നത്. അത് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അടുത്ത ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഇസ്രായേലിൽ നിന്ന് വരുന്ന ന്യൂസുകളൊന്നും അത്രമാത്രം കേൾക്കാൻ രസമുള്ള ന്യൂസുകളായിരിക്കില്ല. കാരണം അത്രമാത്രം വലിയൊരു നഷ്ടമാണ് ഈ യുദ്ധത്തിന്റെ ഫൈനൽ സ്റ്റേജിലോട്ട് എത്താൻ പോകുന്നത്. അപ്പോൾ ഈവൻ UN വരെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഒരു യുദ്ധത്തിന്റെ ആ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നതിന് മുമ്പ് എല്ലാവരും ഇസ്രായേലിനെ ഫോഴ്സ് ചെയ്ത് ഈ യുദ്ധം സ്റ്റോപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ യുദ്ധത്തിന്റെ ഫൈനൽ സ്റ്റേജിലോട്ട് ഭയക്കുന്നത്? അപ്പോൾ ഇസ്രായേൽ പറയുന്ന പോലെ അല്ലെങ്കിലും ഇസ്രായേലിന്റെ പിന്നിൽ കുറെ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഓരോന്നായി ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഇൻഫോർമേറ്റീവ് ആയിരിക്കും. തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന തംസ് അപ്പ് ബട്ടൺ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ട് Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all. അപ്പോൾ വീഡിയോ ഇട്ട് എടുക്കുന്നതിന് മുമ്പ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ വീഡിയോയ്ക്കെല്ലാം ലൈക്ക് വളരെ കുറവാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്ത എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അടുത്ത വീഡിയോയിൽ നമ്മൾ അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രധാന ന്യൂസുകളിലോട്ട് വരാം. അതായത് ഇസ്രായേലിന് ഇപ്പോൾ പുറത്തു വരുന്ന ന്യൂസുകൾ അനുസരിച്ച് അതായത് ഈ വാർ ഏകദേശം അവസാനിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തി എന്നുള്ള ഒരു ന്യൂസിലോട്ട് വരുമ്പോൾ തന്നെ UN ജനറൽ അസംബ്ലി ആയിക്കോട്ടെ അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഭയപ്പെടുന്നു. അതായത് യുണൈറ്റഡ് നേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെ പ്രഷറൈസ് ചെയ്ത് അതായത് ഏത് വില കൊടുത്തും ഇസ്രായേലിനെ പ്രഷറൈസ് ചെയ്ത് ഇസ്രായേലിന്റെ ഈ ലാസ്റ്റ് മൂവിലോട്ട് നടക്കാൻ പാടില്ല. അതായത് ഇസ്രായേൽ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം മാത്രം ഒരിക്കലും നടക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നടക്കുകയാണെങ്കിൽ അതായത് പാലസ്തീനിൽ ഒരു ചോരപ്പുഴയായിരിക്കും ഒഴുകാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാ രാജ്യങ്ങളും ഒരേപോലെ വാൺ ചെയ്യുന്നത്. ഈവൻ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന് പോലും ഈ ഒരു പ്രഷർ ഉണ്ട്. അദ്ദേഹം തന്നെ അതായത് ഈ ഒരു പ്രഷർ അതായത് ഇസ്രായേലിനെ നിർത്താൻ വേണ്ടി തന്നെ ഇസ്രായേലിന് കുറെ അധികം വെപ്പൺസ് ഇപ്പോൾ അമേരിക്ക ഡെലിവറി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇസ്രായേലും അമേരിക്കയും കൂടിയുള്ള എഗ്രിമെന്റിൽ കുറെ അധികം വെപ്പൺസും ബോംബ്സ് എല്ലാം തന്നെ ഇസ്രായേൽ വന്ന് ചേരേണ്ടതായിട്ട് വരും. ഈ വെപ്പൺസ് എല്ലാം തന്നെ ഇപ്പോൾ ഇസ്രായേലിന് കൊടുക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഡാമേജ് ഉണ്ടാക്കും എന്ന് അറിഞ്ഞ അമേരിക്ക ഇപ്പോൾ അത് മനഃപൂർവ്വം ലേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എത്രമാത്രം അത് താമസിപ്പിക്കാൻ പറ്റുമോ അത്രമാത്രം അവർ ലേറ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം അമേരിക്കയ്ക്കും ഇസ്രായേലിനും എന്താണെന്ന് വെച്ചാൽ അതായത് ഈ ഒരു യുദ്ധത്തിലോട്ട് ഇസ്രായേൽ കടക്കുകയാണ്. അമേരിക്കൻ ഗവൺമെന്റിനും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡനും അത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ യുദ്ധം നിർത്താൻ വേണ്ടി പറയുന്നത്. അതെന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ വഴിയെ പറഞ്ഞു വരാം. അതിനു മുമ്പ് തന്നെ ഇസ്രായേലും അമേരിക്കയ്ക്കും ഒരു പ്രശ്നമുണ്ട്. അതായത് ഇവര് തമ്മിലുള്ള കോർഡിനേഷൻ അത്രമാത്രം ഇപ്പോൾ എഫക്റ്റീവ് അല്ല എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അതായത് മുൻപുണ്ടായിരുന്ന പ്രസിഡന്റുകളും അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് ഇവര് എന്ത് പറയുന്നു, അതായത് അമേരിക്ക അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും. ഇസ്രായേലിനോട് നിർത്താൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റുകൾ നിർത്താൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ നിർത്താറാണ് പതിവ്. പക്ഷേ ഇത്തവണയുള്ള ഇസ്രായേൽ പ്രൈം മിനിസ്റ്ററായ നെതന്യാഹുവും അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡനും ഒരിക്കലും അതായത് അവർ തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ല എന്നാണ് പലയിടത്തും പറയപ്പെടുന്നത്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ അതായത് അമേരിക്ക മുൻപ് ഈ ഒരു യുദ്ധം നിർത്താൻ വേണ്ടി പലതവണ ഇസ്രായേലിനെ പ്രഷറൈസ് ചെയ്തിട്ടും പക്ഷേ ഇസ്രായേൽ ആ ഒരു രീതിയിൽ ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഇസ്രായേലിന് എന്താണോ വേണ്ടത് ആ ഒരു രീതിയിൽ മാത്രമേ പോകുന്നുള്ളൂ. വേറെ വഴിയില്ലാതെ കൊണ്ട് മാത്രമാണ് അമേരിക്ക ഇപ്പോൾ ഈ യുദ്ധത്തിൽ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധം അടുത്ത 48 മണിക്കൂർ ആകുമ്പോൾ തന്നെ അടുത്ത ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് എത്തും എന്നാണ് പറയപ്പെടുന്നത്. ഇതുകൊണ്ടാണ് എല്ലാവരും ഭയപ്പെടുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റേജ് ആയിട്ട് ഇസ്രായേൽ ആക്രമിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലം എന്താണെന്ന് വെച്ചാൽ റാഫ. എന്തുകൊണ്ടാണ് ഈ റാഫയിൽ ഇത്രമാത്രം ഇമ്പോർട്ടൻസ് എന്ന് പലർക്കും തോന്നാം. അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഗാസന്റെയും ഈജിപ്തിന്റെയും ബോർഡർ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ റാഫ എന്ന് പറയുന്നത്. അതായത് റാഫ ക്ലോസിംഗ്. അപ്പോൾ ഇതിന്റെ അപ്പുറത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ഈജിപ്റ്റ് ആണ്. അപ്പോൾ ഇസ്രായേൽ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈജിപ്തിലൂടെയാണ് ഈ ഹമാസ് എന്ന് പറയുന്ന ഈ തീവ്രവാദി സംഘടനയിലൊക്കെ അവർക്ക്
വെപ്പൺസ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഹമാസ് എന്ന് പറയുന്ന ഇവർക്ക് വെപ്പൺസ് ഒന്നും കിട്ടാതെ കൊണ്ട് തന്നെ ഇസ്രായേൽ ആർമിയോട് ഇവർക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർ ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്കൊക്കെ എന്താണ് പ്രശ്നം, എന്തുകൊണ്ടാണ് ഇവർ ഭയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗാസയുടെ മാപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ ഗാസയിൽ മൊത്തം 5 ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളാണ് ഉള്ളത്. ഒന്ന് നോർത്തൺ ഗാസ. അപ്പോൾ ആദ്യം ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് ഈ നോർത്തൺ ഗാസയിലാണ്. അപ്പോൾ ഈ നോർത്തൺ ഗാസയിൽ ഇവർ ബോംബ് ഇടുമ്പോഴും അതുപോലെ തന്നെ മിസൈൽസ് എല്ലാം ത്രോ ചെയ്യുമ്പോഴും അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആൾക്കാരുടെ എല്ലാം ഈ നോർത്തൺ ഗാസയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റ് സ്ഥലത്തോട്ട്, അതായത് സെൻട്രൽ സിറ്റിയിലോട്ട് എങ്ങാനും മാറി നിന്നോ, ഞങ്ങൾ എന്തായാലും ഇവിടെ ആക്രമിക്കാൻ പോകുക എന്ന് പറഞ്ഞ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ഇവരിവിടെ ആദ്യം ബോംബിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ടും കുറേയധികം ജനങ്ങൾ ഈ ഒരു നോർത്തൺ ഗാസയിൽ പെട്ട് അവർ മരണപ്പെടുന്നു പോകുന്നു. പക്ഷേ അതിൽ അതായത് ഭൂരിഭാഗം പേരും അവിടെ നിന്ന് മെല്ലെ മാറി സെൻട്രൽ ഗാസയിലോട്ട്, അതായത് ഗാസ സിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തോട്ട് വന്നു നിൽക്കുന്നു. അപ്പോൾ ഗാസയിൽ ആദ്യം, അതായത് ഈ നോർത്തൺ ഗാസയിൽ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അവിടെയുള്ള വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ അങ്ങനെ എല്ലാം തകർത്തെറിഞ്ഞിട്ടാണ് അവർ ആ ഒരു സ്ഥലം മൊത്തം, അതായത് ഹമാസിന്റെ ടണൽ സ്ട്രക്ചർ അങ്ങനെയുള്ള എല്ലാ രീതിയിലും അവരവിടെ ഡിസ്ട്രോയ് ചെയ്ത് അവരവിടെ മൊത്തം, അതായത് ഇനി ഹമാസിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അവരവരുടെ അടുത്ത ടാർഗറ്റ് അവിടെയുള്ള ജനങ്ങളെ അറിയിക്കായിരുന്നു. അടുത്ത ടാർഗറ്റ് ഏതാണെന്ന് വെച്ചാൽ ഏതാണ് ഈ ഗാസ സിറ്റി എന്ന് പറയുന്ന അടുത്ത സ്ഥലം. അപ്പോൾ ഈ ഗാസ സിറ്റിയിലാണ് ഞങ്ങൾ ഇനി അടുത്തതായിട്ട് ഓപ്പറേഷൻ നടത്താൻ പോകുന്നത് എന്ന് ഇസ്രായേൽ അറിയിച്ചപ്പോൾ ജനങ്ങൾക്ക് വേറെ വഴിയില്ലാണ്ട് ജനങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഒഴുകി, അതായത് ഡെയർ എൽ ബലാഹും അതുപോലെ തന്നെ കാൻ യൂണിസ് എന്ന് പറയുന്ന മറ്റ് 2 സ്ഥലത്തോട്ട് ആൾക്കാരെല്ലാം തന്നെ മെല്ലെ പോകാൻ തുടങ്ങി. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ജീവന് സേഫ് അല്ല എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. അതായത് നോർത്തൺ ഗസയിൽ എങ്ങനെയാണോ അവർ ചെയ്തത് അതേ രീതിയിൽ തന്നെയാണ് അവർ ഇവിടെയും ചെയ്തത്. അതായത് ഇവിടുത്തെയുള്ള ബിൽഡിങ്സും അതുപോലെ തന്നെ എല്ലാം നശിപ്പിച്ചതിന് ശേഷം ഹോസ്പിറ്റലുകൾ അങ്ങനെ എല്ലാ രീതിയിലും അവരവിടെ ഡിസ്ട്രോയ് ചെയ്യുകയും അതുപോലെ തന്നെ ഹമാസിന് അതിൻ്റെ അടിയിൽ പോകുന്ന ടണലെല്ലാം തന്നെ അവർ ഡിസ്ട്രോയ് ചെയ്തു. അപ്പോൾ സെൻട്രൽ സിറ്റിയിലോട്ടെല്ലാം വരുമ്പോൾ അവർ ടണലുകൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിലോട്ടെല്ലാം തന്നെ വലിയ വലിയ പമ്പുകൾ വെച്ചിട്ട് വെള്ളം അടിച്ചു കയറ്റി ആ ഒരു ടണൽ ഫുള്ളായിട്ടും ഡിസ്ട്രോയ് ചെയ്തതിന് ശേഷമാണ് അടുത്ത 2 സിറ്റികൾ, അതായത് കാൻ യൂണിസും അതുപോലെ തന്നെ ഡെയർ എൽ ബലാ എന്ന് പറയുന്ന ആ 2 സിറ്റികളെയും അവർ ടാർഗറ്റ് ചെയ്ത് ആക്രമണം സ്റ്റാർട്ട് ചെയ്തു. എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതായത് കൂടുതലായിട്ടും മിസൈൽസും ബോംബെല്ലാം വെച്ച് ഇവിടെയും കംപ്ലീറ്റ് ആയിട്ടും തകർത്തെറിഞ്ഞു. ഇനി അവസാനത്തെ പോയിന്റ് ആണ് ഈ റാഫ എന്ന് പറയുന്ന ഈ ഒരു ക്രോസിംഗ്. അപ്പോൾ ഈ ജനങ്ങൾ, അതായത് ലക്ഷക്കണക്കിന് ജനങ്ങളാണ് നോർത്തൺ ഗസയിൽ നിന്ന് ഒഴുകി ഈ റാഫ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ സ്ഥലത്തോട്ട് വന്നിരിക്കുന്നത്. പൊതുവെ ഗാസ എന്ന് പറയുന്ന സ്ഥലം തന്നെ വളരെ ചെറുതാണ്, അതിലാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തെ എല്ലാ ലക്ഷക്കണക്കിന് ആൾക്കാരും ഈ റാഫ എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗത്തോട്ട് ഇപ്പോൾ വന്നു നിൽക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഇനി ഇസ്രായേലിന്റെ അടുത്ത ടാർഗറ്റ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അതായത് ഇസ്രായേൽ പറയുകയാണ്, അതായത് ഇവിടുന്ന് മാറാൻ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും, അതായത് ഈജിപ്തിലോട്ട് ഒരിക്കലും, അതായത് ഈ ഇമിഗ്രൻസിനെ കയറ്റില്ല എന്ന് ഉറപ്പുവരുത്തി ഈജിപ്റ്റ് അതിന്റെ സൈഡിലെല്ലാം തന്നെ മതിലുകളെല്ലാം കെട്ടി അതിൽ ഈവൻ ഇലക്ട്രിക് കറണ്ട് വരെ പാസ് ചെയ്യുന്ന രീതിയിലാണ് അവരുടെ ബോർഡറി സേഫ് ആക്കിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ബറ്റാലിയൻ മിലിറ്ററികളെല്ലാം തന്നെ അതിന്റെ സൈഡിലെല്ലാം നിർത്തിവെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരാൾക്കും ഈജിപ്റ്റ് വഴി കടക്കാനും പറ്റില്ല. ഒന്നെങ്കിൽ അവർ ഇസ്രായേലിലോട്ട് വരണം, പക്ഷേ ഇസ്രായേൽ ആർമി ഉള്ളതുകൊണ്ട് തന്നെ അവിടേക്കും പോകാൻ പറ്റില്ല. അതിന്റെ ഓപ്പോസിറ്റ് പോവുകയാണെങ്കിൽ അവർ കടലിലോട്ട് പോകും. അപ്പോൾ ഇതുകൊണ്ടാണ് അവിടെയുള്ള ജനങ്ങളെല്ലാം ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് 3 സ്ഥലത്തോട്ടും അവർക്ക് പോകാൻ പറ്റില്ല. ഇനി അതായത് നോർത്തൺ ഗാസയിലോട്ടോ അങ്ങോട്ടേലും പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കാൻ പോലും പറ്റാതെ, അതായത് വണ്ടി പോലും പോകാത്ത രീതിയിലാണ് അവിടെ ഡിസ്ട്രോയ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ പോലും ഇല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇവർ പറയുന്നത്, അതായത് ഇപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇറാഫിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ബോംബ് ഇടുകയാണെങ്കിൽ, അതായത് ആൾക്കാരെല്ലാം മാറാൻ പറഞ്ഞിട്ട് ബോംബ് ഇട്ടിട്ട് ഏകദേശം 30,000-ലും അധികം ആൾക്കാർ മരണപ്പെട്ടു. അപ്പോൾ ഇനിയും, അതായത് ഇവിടെ 30,000-ലും അധികമല്ല, കഴിഞ്ഞ 5-6 മാസം മരണപ്പെട്ടത് വെറും ഒരു ദിവസം കൊണ്ട് ഇവിടെ സംഭവിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ലോകരാജ്യങ്ങൾ, അതായത് ഈവൻ റഷ്യ, അമേരിക്ക രാജ്യങ്ങൾ പോലും ഭയപ്പെടുന്നത്. അതായത് ഇസ്രായേലിന്റെ ബോംബ് കൊണ്ട് തന്നെ ഒരു ദിവസം തന്നെ, അതായത് കഴിഞ്ഞ 6 മാസം മരണപ്പെട്ട ആൾക്കാർ വെറും ഒരു ദിവസം മരണപ്പെടാനും ചാൻസസ് കൂടുതലാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്ലൈ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന, അതായത് ഇസ്രായേൽ ഒരിക്കലും വാണ്ടിങ്ങിന് പോയിട്ട് അതായത് ഈ പലസ്തീനിലുള്ള ആൾക്കാരെയൊന്നും ആക്രമിച്ചിട്ടില്ല. പക്ഷേ അവർ അങ്ങോട്ട് പോയി ഒക്ടോബർ 7-ന് ഹമാസ് അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്തപ്പോഴാണ് തിരിച്ച് അതായത് അവരുടെ ഒരു സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ലോകത്തുള്ള പകുതി മുക്കാൽ രാജ്യങ്ങളും ഇസ്രായേലിന്റെ ഒപ്പം ആദ്യത്തെ സ്റ്റേജിൽ നിന്നത്. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ പലരും ഭയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയും ആൾക്കാർ മരണപ്പെടുമല്ലോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതായത് ഈ ഒരു സംഭവം ഇല്ലെങ്കിൽ ഇപ്പോഴും ഡെഫിനറ്റ് ആയിട്ടും ലോകരാജ്യങ്ങൾ മിക്കതും ഇസ്രായേലിന്റെ കൂടെ നിൽക്കുള്ളൂ. കാരണം അത്രമാത്രം സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരും ഇസ്രായേലിന് കൊടുക്കുന്നത്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഇതിന്റെ ഒരു പൂർണ്ണത കിട്ടണമെങ്കിൽ ഹമാസിനെ ഫുള്ളായിട്ടും ഡിസ്ട്രോയ് ചെയ്യണം. അല്ലാണ്ട് ഞങ്ങൾ അതായത് ഇപ്പോൾ ഒരു സീസ്ഫെയറിന് വേണ്ടി ഈജിപ്തും ഖത്താറും വേണ്ടി പേപ്പർ എല്ലാം റെഡിയാക്കിയിരുന്നു. പക്ഷേ ഇസ്രായേൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അവസാന സ്റ്റേജിൽ ഞങ്ങൾ ഇവിടെ യുദ്ധം കൈവിടുകയാണ്. അതായത് ഇപ്പോൾ ഒരു 5-6 ഹോസ്റ്റേജസിനെ വെറുതെ വിട്ടു, അതിനുശേഷം വീണ്ടും
വീണ്ടും ഞങ്ങൾ ഈ യുദ്ധം തുടങ്ങേണ്ടി വരും. അതായത് വീണ്ടും ഹമാസ് ഞങ്ങൾക്കെതിരെ ഒരു യുദ്ധം തുടങ്ങും. അത് ഞങ്ങളുടെ രാജ്യത്തുള്ള ആൾക്കാർക്ക് തന്നെ അതൊരു വലിയൊരു ത്രെട്ടാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പരമാവധി ഇപ്പോൾ ഹമാസിനെ ഫുൾ ആയിട്ടും ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു 30 വർഷം കൊണ്ട് ഹമാസ് വീണ്ടും റീഡെവലപ്പ് ആയി വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അത് അഡ്വാൻസ് ആയി പോകാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ക്ലിയർ വിഷൻ. അതായത് എങ്ങനെയും ഹമാസിനെ ഫുൾ ആയിട്ടും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് അടുത്തൊരു 30 വർഷത്തിന് സേഫാണ്, ഒരു യുദ്ധം പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് അവരുടെ ഫുൾ ഫോക്കസ്. അതായത് ഇപ്പോൾ ഹമാസിനെ ഫുൾ ആയിട്ടും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയെങ്കിലും ഇപ്പോൾ പറയുന്ന അതായത് ഏകദേശം 5 ബറ്റാലിയൻ ആൾക്കാരുണ്ടാണ് ഈ ഹമാസ്. അതിൽ ഏകദേശം 3 ബറ്റാലിയൻ ഫുൾ ആയിട്ടും അവർ ക്ലിയർ ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി ഒരു 2 ബറ്റാലിയനോളം ഉണ്ട്. അപ്പോൾ അവർ ഈ റാഫേലാണ് ഉള്ളത്. അവരെയും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഗാസയിലുള്ള ആൾക്കാർക്കെല്ലാം സെക്യൂരിറ്റി കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പൊതുവെ ഗാസേനെ ഫുൾ ആയിട്ടും ഞങ്ങൾ എടുക്കും, അതായത് ഇസ്രായേലിന്റെ ഒരു ഡമ്മി പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ പ്രസിഡന്റോ അവിടെ ഭരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇസ്രായേലിന്റെ വിഷൻ ക്ലിയർ ആണ്. അതായത് ഇപ്പോൾ ഹമാസിനെ ഫുൾ ആയിട്ടും തീർന്നില്ലെങ്കിലും അതായത് ഏകദേശം തീർന്നു കഴിഞ്ഞാൽ ഹമാസിലുള്ള ആൾക്കാരെല്ലാം തന്നെ സ്കാറ്റഡ് ആവും, അതായത് സെപ്പറേറ്റ് ആയി മാറും. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ ഇസ്രായേലിന് എതിരായിട്ട് അവർക്ക് ഡയറക്റ്റ് ആയി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. അവരൊരു ഗൊറില്ല വാർഫെയറിലോട്ടായിരിക്കും അവർ നീങ്ങുന്നത്. അപ്പോൾ ഈ ഗൊറില്ല വാർഫെയറിലോട്ട് പോകുന്നുണ്ട് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു എഫക്റ്റീവ്നെസ് ആയിട്ട് ഇപ്പോൾ ഇസ്രായേലിന് കൊടുക്കുന്ന ആ ഒരു അറ്റാക്ക് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ട് ഇസ്രായേലിന് സിമ്പിൾ ആയിട്ട് അവിടെയുള്ള ഫുൾ കൺട്രോൾ എടുക്കാൻ കഴിയുമെന്ന് ഇസ്രായേൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ കളി കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതായത് കഴിഞ്ഞ 6 മാസം ചെയ്തത് വെറും ദിവസങ്ങൾ കൊണ്ട് തന്നെ അവർ ഇവിടെ കൂടുതലും ആൾക്കാർ മരണപ്പെടാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ലോകരാജ്യങ്ങളെല്ലാം ഭയക്കുന്നത്. ഇനിയും ലോകരാജ്യങ്ങളെല്ലാം പലതവണ ഇസ്രായേലിനെ വാൺ ചെയ്തിട്ടും അവർ ഇതിൽ നിന്ന് പിന്മാറുന്ന ഒരു ലക്ഷണവുമില്ല. നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അതായത് ഇസ്രായേലിനെ കൂടുതലും പ്രഷറൈസ് ചെയ്യണമെന്നാണോ അല്ലെങ്കിൽ അതായത് ഇസ്രായേൽ ചെയ്യുന്നതാണോ ശരി എന്ന് തോന്നുന്നത്? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ആരുടെ ഭാഗത്ത് നിന്നിട്ടുള്ള എന്താണ് അവിടെ നടക്കുന്നത് ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഈ വീഡിയോയിൽ എന്തെങ്കിലും അതായത് തീർച്ചയായിട്ടും കുറേ തെറ്റുകളും അതുപോലെ തന്നെ കുറവുകളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ നമ്മൾ അത് റെക്ടിഫൈ ചെയ്യുന്നതാണ്.